എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം ഫെബ്രുവരി 22-ന് റിലീസ് ചെയ്ത ചിദംബരം എഴുതി സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ എന്ന ഗർത്തത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഈ ഗർത്തത്തിന് എങ്ങനെയാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേര് വന്നതെന്നും പിന്നീട് ഈ ഡെവിൾസ് കിച്ചൺ എങ്ങനെയാണ് ഗുണാസ് കേവ് എന്ന പേരായി മാറിയതെന്നും അവിടെ 2006-ൽ നടന്ന സംഭവം എങ്ങനെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് അടിസ്ഥാനമായി എന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല. അതെയും താണ്ടി പുനിതമാനത്. 1821-ൽ ബ്രിട്ടീഷ് പര്യവേഷകനായ VS വേർഡാണ് ആദ്യമായി ഡെവിൾസ് കിച്ചൺ എന്ന ഗുഹ കണ്ടെത്തുന്നത്. 2230 മീറ്റർ താഴ്ചയിൽ 3 പടുകൂറ്റൻ പാറകൾക്ക് നടുവിലായാണ് അദ്ദേഹം ഈ വലിയ ഗുഹ കണ്ടെത്തുന്നത്. സ്ഥലത്തിന്റെ ഐതിഹ്യം മനസ്സിലാക്കിയ അദ്ദേഹം പഞ്ചപാണ്ഡവന്മാരുടെ കലവറയായിരുന്നു ഈ ഗുഹ എന്ന് തിരിച്ചറിയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഗുഹ കണ്ടെത്തുന്ന സമയത്ത് അതിനുള്ളിൽ നിറയെ വവ്വാലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥലത്തിന് ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ കലവറ എന്ന പേര് നൽകുകയും ചെയ്യുന്നു. പിന്നീട് 1991-ൽ തമിഴിലെ പ്രശസ്ത സംവിധായകൻ സന്താന ഭാരതിയുടെ സംവിധാനത്തിൽ കമലഹാസനെ നായകനാക്കിക്കൊണ്ട് ഗുണ എന്ന ചിത്രം പുറത്തിറങ്ങുകയും ചെയ്തു. ഈ ചിത്രത്തിലെ കൺമണി അൻപോട് എന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ഡെവിൾസ് കിച്ചൺ എന്ന ഈ ഗർത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഡെവിൾസ് കിച്ചന് ഗുണ കേവ് എന്ന പേര് വരികയും ചെയ്തു. 2006-ൽ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്നും 11 ചെറുപ്പക്കാരടങ്ങുന്ന സംഘം കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോകുന്നതിനായി തീരുമാനിക്കുന്നു. വിനോദയാത്രയ്ക്കായി കൊടൈക്കനാൽ എന്ന സ്ഥലം അവർ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഗുണ കേവ് പോവുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. കമലഹാസന്റെ ഗുണ എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം വിനോദസഞ്ചാര കേന്ദ്രം എന്ന പേരിൽ ഗുണ കേവ് വളരെയധികം പ്രശസ്തി ആർജിച്ചിരുന്നു. നിരവധി ആളുകളാണ് ഗുണ കേവ് കാണുന്നതിനായി അവിടെ എത്തിയിരുന്നത്. ഇതിനോടൊപ്പം ഗുണ കേവിൽ അപകടത്തിൽപ്പെടുന്ന ആളുകളും നിരവധിയായിരുന്നു. ഗുണ കേവിൽ വന്ന് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരും ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്ന കമിതാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ഗുണ കേവിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീണുപോയിട്ടുള്ള ആരുടെയും മൃതശരീരങ്ങൾ ഇതുവരെ വീണ്ടെടുക്കാനായി സാധിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് ഗുണ കേവിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം എന്നേക്കുമായി തമിഴ്നാട് സർക്കാർ നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മഞ്ഞുമലിൽ നിന്ന് പുറപ്പെട്ട 11-അംഗ സംഘം കൊടൈക്കനാലിലെത്തുകയും ഗുണ കേവ് കാണുന്നതിനായി പുറപ്പെടുകയും ചെയ്യുന്നു. ഗുണ കേവിലെത്തിയ ഈ സംഘത്തിലെ ഒരാൾ കാൽ വഴുതി ഗുണ കേവിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീണുപോകുന്നു. മരിച്ചെന്ന് കരുതിയ തങ്ങളുടെ സുഹൃത്തിന്റെ ശബ്ദം കേൾക്കുകയും ബാക്കിയുള്ള 10 പേരുടെ തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ തങ്ങളുടെ സുഹൃത്തിനെ അവർ വിജയകരമായി പുറത്തെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഗുണ കേവിൽ അകപ്പെട്ട് പുറത്തു വരുന്ന ആദ്യ മനുഷ്യനായി അദ്ദേഹം മാറുന്നു. ഗുണ കേവിനെയും അതിനെ ചുറ്റിപ്പറ്റി നടന്ന ഈ സംഭവങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമ സുഹൃത്ത് ബന്ധത്തിന്റെ മൂല്യത്തെക്കുറിച്ചുകൂടിയാണ് സംസാരിക്കുന്നത്. സുഹൃത്തുക്കൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര ആശ്രയത്വത്തിന്റെയും കഥ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇത് കൃത്യമായി ആവിഷ്കരിക്കാൻ സംവിധായകന് കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.